ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് 1 മഴയോ മഴ എന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രവർത്തനം 1.1 നിറം നൽകാം. സ്കൂൾ തുറന്നു, മഴയും വന്നു. മഴ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഒരു മഴ ചിത്രം നോക്കാം, നിറം നൽകാം. മക്കളെ, ഇവിടെ ഒരു മഴച്ചിത്രം തന്നിട്ടുണ്ട്. ഈ മഴച്ചിത്രത്തിന് നിറം നൽകി മനോഹരമാക്കുക. അതിനുശേഷം താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ചിത്രം നോക്കി പറയാം. ഈ ചിത്രത്തിലെ കാര്യങ്ങൾ നോക്കി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം നോക്കൂ മക്കളെ. ആകാശത്തു നിന്നും മഴ പെയ്യുന്നു. ചിത്രത്തിൽ 2 കുട്ടികളുണ്ട്. പെൺകുട്ടി കുട പിടിച്ചിരിക്കുന്നു. മരത്തിൽ നോക്കിയേ, ഒരു കാക്ക ഇരിക്കുന്നു. കുളത്തിൽ താമരമൊട്ടുകളുണ്ട്. മീനും തവളയും കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്നു. കുളത്തിൻ്റെ അടുത്ത് ആമ ഇരിക്കുന്നു. കുട്ടികൾ കടലാസ് തോണിയുണ്ടാക്കി കുളത്തിലെ വെള്ളത്തിൽ ഒഴുക്കി കളിക്കുന്നു. പ്രവർത്തനം 1.2 ചൊല്ലാം, രസിക്കാം. തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടമെന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുതീ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. ഇതാരാ എഴുതിയത്? കുഞ്ഞുണ്ണി മാഷ്. മക്കളെ, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വേണ്ടി ധാരാളം കവിതകൾ എഴുതിയ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. കുറഞ്ഞ വാക്കുകളിലൂടെ വലിയ ആശയലോകത്തെ തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കൂ മക്കളെ, മഴ കവിതകൾ ശേഖരിക്കാം. മഴയുമായി ബന്ധപ്പെട്ട് വരുന്ന കവിതകൾ ശേഖരിച്ച് എഴുതുക. മഴക്കവിത 1. മഴ 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 വന്നു, ഒരു മഴ ചെറുമഴ മഴ വന്നു, നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ. പേക്രോം പേക്രോം തവളകൾ പാടി, ചെറുമീനുകളോ തുള്ളിച്ചാടി, മഴ വന്നേ ഹായ് മഴ വന്നേ, മഴമേളത്തിൻ പൊടിപൂരം. മഴക്കവിത 2. പനി വരുമുണ്ണി മഴ കൊണ്ടാൽ, കയറിപ്പോരുക വേഗം നീ, മഴമുത്തുകളുടെ കുളിർമുത്തം, രസകരമമ്മേ നനയാൻ വാ, മഴ പെയ്തു തിമിർക്കട്ടെ, മനസ്സിലതൊന്നു കുളിർക്കട്ടെ. പ്രവർത്തനം 1.3 പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ നിർമ്മിക്കാം. മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താം. പദസൂര്യൻ പൂർത്തിയാക്കി വാക്യങ്ങൾ എഴുതാം. മക്കളെ, ഇവിടെ മഴയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പദസൂര്യൻ പൂർത്തിയാക്കണം. കണ്ടോ, മഴയെന്ന് നടുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട ഒരു പദം ഏതാ? കുട. ബാക്കിയുള്ളത് നാം കണ്ടെത്തി എഴുതണം. മഴവില്ല്, ഇടിമിന്നൽ, കാറ്റ്, മഴത്തുള്ളി, ചാറ്റൽ മഴ, വെള്ളം, മഴക്കോട്ട്. അടുത്ത് ചെയ്യേണ്ടത് നാം മഴയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതാനാണ്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഞാൻ കുട ചൂടി. അടുത്തെഴുതാം. ഞാൻ ആകാശത്ത് മഴവില്ല് കണ്ടു. ഇടിമിന്നലോടുകൂടി മഴ പെയ്തു. കാറ്റത്ത് മരച്ചില്ലകൾ ആടിയിലയുന്നു. ചാറ്റൽ മഴ പെരുമഴയായി. ഇലകളിൽ നിന്നും മഴത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നു. മുറ്റം നിറയെ വെള്ളം. ഞാൻ മഴയത്ത് മഴക്കോട്ട് ഇട്ടു. പ്രവർത്തനം 1.4 പട്ടികപ്പെടുത്താം. മഴ പെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ. ചിത്രം നോക്കിയും പരിസരം നിരീക്ഷിച്ചും കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. ചിത്രം നോക്കൂ. ചിത്രം നോക്കി കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാം. മാനം കറുത്തു. കാറ്റ് വീശി. പക്ഷികൾ കൂട്ടിലേക്ക് പറക്കുന്നു. മരങ്ങൾ ആടിയിലയുന്നു. കരിയിലകൾ പാറിപ്പറക്കുന്നു. മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു. അലക്കാൻ വിരിച്ചിട്ട തുണികളെല്ലാം പാറി. കുട്ടികൾ പേടിച്ചു വിറച്ചു. മഴ പെയ്തതിന് ശേഷമോ? മക്കളെ, മഴ പെയ്തതിന് ശേഷം പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ ആണ് ഇവിടെ എഴുതേണ്ടത്. എഴുതാം. മാനം തെളിഞ്ഞു. ചുറ്റും വെള്ളം നിറഞ്ഞു. ഇലകളിൽ മഴത്തുള്ളി. ആകാശത്ത് മഴവില്ല് വിരിഞ്ഞു. തണുത്ത കാറ്റ് വീശി. തവളകൾ കരയാൻ തുടങ്ങി. പക്ഷികൾ കൂടുകളിൽ നിന്നും പുറത്തിറങ്ങി. കുളങ്ങളിലും തോടുകളിലും വെള്ളം കൂടി. പ്രവർത്തനം 1.5 എഴുതാം. മഴയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ശേഖരിച്ച് എഴുതാം. മക്കളെ, നിങ്ങളിവിടെ ചെയ്യേണ്ടത് മഴ ഉത്തരമായി വരുന്ന കടങ്കഥ ചോദ്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നതാണ്. ചോദ്യം 1. മേഘത്തിൽ പിറക്കുന്ന കൂട്ടുകാരി, ഭൂമിയെ നനയ്ക്കും തുള്ളൽക്കാരി. ഉത്തരമേതാം? മഴ. തുള്ളികളായി വരുന്നു ഞാൻ, ചറപറ ചറപറ വീഴും ഞാൻ. ഞാനാരാണെന്ന് പറയാമോ? ഏതാ ഉത്തരം? മഴ. ചോദ്യം 3. ആകാശത്ത് കറുത്ത്, ഭൂമിയിൽ നനഞ്ഞ്.
ചോദ്യം 4. ആകാശത്ത് നിന്ന് വീഴും പക്ഷേ ചിറകില്ല. കരയില്ല പക്ഷേ കണ്ണീരുണ്ട്. ചോദ്യം 5. അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, കണ്ണീർ വാർത്താണ് തിരികെ യാത്ര. ചോദ്യം 6. മിന്നലിൽ ചിരിക്കും, ഇടിയിൽ കരയും. ഇതിൻ്റെ എല്ലാം ഉത്തരം മഴ. പ്രവർത്തനം 1.6. കുളത്തിൽ എന്തൊക്കെയുണ്ട്? ആമയുണ്ട്, തവള ഇരിപ്പുണ്ട്, കൊക്കിരിപ്പുണ്ട്, പിന്നെ കുളത്തിൽ താമരപ്പൂവുണ്ട്, മീനുകളുണ്ട്, ആമ്പൽ ചെടിയുണ്ട്. നമുക്കിനി കുളത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കാം. കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. ഇത് കുളത്തെക്കുറിച്ച് വായിച്ചല്ലോ. ഇനി എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കിണർ. കിണർ ഒരു ജലസ്രോതസ്സാണ്. നമ്മുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സാണ് കിണർ. ഭൂരിഭാഗം ആളുകളും കുടിക്കാൻ ഉപയോഗിക്കുന്നത് കിണറിലെ വെള്ളമാണ്. അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും തുടങ്ങി വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും കിണറിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. പ്രവർത്തനം 1.7. മുങ്ങുമോ പൊങ്ങുമോ? ഊഹിച്ചെഴുതാം. നോക്കൂ മക്കളെ, ഈ ചിത്രത്തിൽ 2 കുട്ടികൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളമെടുത്ത് ഒരു പരീക്ഷണം ചെയ്യുകയാണ്. എന്ത് പരീക്ഷണമാണ്? മുങ്ങുമോ പൊങ്ങുമോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണം. ഇവർ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെള്ളത്തിലിട്ട് നോക്കും. ചില സാധനങ്ങൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, ചിലത് വെള്ളത്തിൽ താഴ്ന്നു പോകും. ഈ പരീക്ഷണം മക്കളെ വീട്ടിൽ ചെയ്ത് നോക്കണേ. മക്കളെ, ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ വസ്തുക്കളാണ് എഴുതേണ്ടത്, അതായത് നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ. അടുത്ത് രണ്ടാമത്തെ കോളത്തിൽ ഊഹമാണ് എഴുതേണ്ടത്. പൊങ്ങുമോ മുങ്ങുമോ എന്നുള്ള നമ്മൾ ഊഹിച്ച് പറയണം. അത് കഴിഞ്ഞിട്ട് കണ്ടെത്തൽ, അതായത് ബക്കറ്റിൽ വെള്ളത്തിലിട്ട് നോക്കി നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ വസ്തു ഏതാ? ഇല. ഊഹിച്ച് ഞാൻ പറയുകയാണ്, ഇല പൊങ്ങിക്കിടക്കും. അത് ഞാൻ വെള്ളത്തിലിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇല പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ എൻ്റെ ഊഹം ശരിയായി. ബാക്കിയുള്ള വസ്തുക്കൾ ഇതുപോലെ ചെയ്തു നോക്കുക. ഇല ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ആണി മുങ്ങുന്നു, തക്കാളി പൊങ്ങിക്കിടക്കുന്നു, കട്ടർ മുങ്ങുന്നു, പെൻസിൽ പൊങ്ങിക്കിടക്കുന്നു, കല്ല് മുങ്ങുന്നു, റബ്ബർ മുങ്ങുന്നു. അടുത്ത പേജിൽ എഴുതാനുള്ളത് പരീക്ഷണത്തിൻ്റെ പേര്. മുങ്ങുമോ പൊങ്ങുമോ. ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണ്? ബക്കറ്റ്, വെള്ളം, കല്ല്, തക്കാളി, ആണി, പെൻസിൽ, റബ്ബർ, കട്ടർ, ഇല. മക്കളെ, നിങ്ങൾ വേറെ സാധനങ്ങളാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചുവെങ്കിൽ ആ പേര് എഴുതിയാൽ മതി. ടീച്ചർ ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും പേര് എഴുതിയത്. അടുത്ത് നമുക്ക് പരീക്ഷണം ചെയ്യുന്ന വിധം നോക്കാം. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമെടുക്കുക. ശേഷം ഇല, കല്ല്, ആണി, കട്ടർ, പെൻസിൽ, തക്കാളി തുടങ്ങിയവ ഓരോന്നോരോന്നായി ആ വെള്ളത്തിലേക്ക് ഇടുക. ഇടുന്ന വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണോ മുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. എൻ്റെ കണ്ടെത്തൽ: ഇല, തക്കാളി, പെൻസിൽ എന്നീ വസ്തുക്കൾ വെള്ളത്തിൽ പൊങ്ങി. കല്ല്, ആണി, കട്ടർ, റബ്ബർ തുടങ്ങിയവ വെള്ളത്തിൽ മുങ്ങി നിന്നു. പ്രവർത്തനം 1.8. മഴ തോർന്നാലും മരം പെയ്യും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. മഴയില്ലേൽ പുഴയുമില്ല. 1000 വേനലിന് അരമഴ. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം. കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട. മഴ പെയ്താൽ നിറയാത്തത് കോരിയൊഴിച്ചാൽ നിറയുമോ? തിരുവാതിരയിൽ തിരിമുറിയാതെ മഴ പെയ്താൽ പുഴയറിയും. പ്രവർത്തനം 1.9. വരയ്ക്കാം, എഴുതാം. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എഴുതി നോക്കാം. ചിത്രം വരച്ചു നിറം നൽകുകയും ചെയ്യണേ. മക്കളെ, ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ നാടിൻ്റെ ചിത്രം വരയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ നാടിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇവിടെ നിങ്ങളുടെ നാടിൻ്റെ ചിത്രം വരച്ച് നിറം നൽകുക. മക്കളെ, ആദ്യം എൻ്റെ നാട് എന്നെഴുതി നാടിൻ്റെ പേരെഴുതുക. എന്നിട്ട് ബാക്കിയുള്ളത് എഴുതാം. എൻ്റെ നാട് വളരെ മനോഹരമാണ്. ഞങ്ങളുടെ നാട്ടിൽ മനോഹരമായ ഒരു പുഴയും ചെറിയ തോടുകളും ഒഴുകുന്നുണ്ട്. നാട്ടിലെ വലിയ കുളം എപ്പോഴും ജലസമൃദ്ധമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അറിവ് പകരാൻ മികച്ച സ്കൂളും വായനശാലകളും ഇവിടെയുണ്ട്. കൊച്ചുകുട്ടികൾക്കായി ഒരു അങ്കണവാടിയും ഇവിടെ പ്രവർത്തിക്കുന്നു. വിവിധ മതസ്ഥർക്കായി നിരവധി ആരാധനാലയങ്ങൾ എൻ്റെ നാട്ടിലുണ്ട്.
നല്ല രീതിയിലുള്ള റോഡ് സൗകര്യങ്ങൾ നാടിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുണ്ട്. എല്ലാവിധ നന്മകളുമുള്ള എൻ്റെ നാട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രവർത്തനം 1.10 വായിക്കാം, രസിക്കാം. മക്കളെ, ഇവിടെ വായിക്കാനായിട്ട് ഒരു കുഞ്ഞു കഥ തന്നിട്ടുണ്ട്. കഥയുടെ പേര് സമ്മാനം. അമ്മുവിന് അമ്മാവൻ സമ്മാനം കൊണ്ടുവന്നു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനം. അമ്മു കടലാസ് നീക്കി. പെട്ടി തുറന്നു. ഹായ് JCB. അമ്മു സ്വിച്ചിൽ വിരലമർത്തി. ഗർ. അമ്മു കയറിക്കോളൂ, മണ്ണിടിക്കാൻ പോകാം. അമ്മു ചാടിക്കയറി. കുന്നിന് താഴെ എത്തി. തുമ്പിക്കൈ മണ്ണിലേക്കിറങ്ങി. അതാ കുന്ന് ഇടിഞ്ഞു വരുന്നു. മരവും ചെടിയും വീടും എല്ലാമുണ്ട്. ആ കുന്നിലെ മരങ്ങൾ ആടിയുലഞ്ഞു മറിഞ്ഞു വീഴുന്നു. വീടുകൾ തകർന്നു തരിപ്പണമാകുന്നു. കൂട്ട നിലവിളി. അയ്യോ, രക്ഷിക്കണേ! എന്തു പറ്റി അമ്മു? സ്വപ്നം കണ്ടോ? അവൾ കണ്ണു തിരുമ്മി ചുറ്റും നോക്കി. അതാ ചിരിച്ചുകൊണ്ട് അമ്മ മുന്നിൽ. കയ്യിലൊരു പൊതിക്കെട്ട്. അമ്മു പൊതിയഴിച്ചു. ഒരു JCB. മക്കളെ, ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. മക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യണേ. മക്കളെ, 2ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ ബായ്.